നമസ്കാരം. എന്താണ് ട്രംപിന്റെ ഉദ്ദേശം? ആർക്കു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം? ലോകം മുഴുവൻ ഈ ചോദ്യം ചോദിച്ചു തുടങ്ങി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാക്കുമെന്ന് സൂചന നൽകിയതോടെ പശ്ചിമേഷ്യ വീണ്ടും അനിശ്ചിതത്വത്തിന്റെ വക്കിലാണ്. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ആയത്തുള്ള ഖമേനിയുടെ മരണത്തിനു ശേഷം ഇറാന്റെ നേതാവ് ആരായിരിക്കുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് വെറും പ്രസ്താവനയല്ല, അതൊരു തന്ത്രപരമായ സന്ദേശമാണ്. ഇവിടെ യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ത്? ഖമേനിയിൽ നിന്ന് ഇറാനെ മോചിപ്പിക്കൽ എന്ന വാചകത്തിന് പിന്നിലെ രാഷ്ട്രീയമെന്ത്? ലോകത്തിന്റെ പോക്ക് ഇതുപോലെ തന്നെയെങ്കിൽ എന്ത് സംഭവിക്കും എന്നതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി ശേഷിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനിയെ ലക്ഷ്യമാക്കിയ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് ഒരു മാനസിക രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമായി കാണാം. ഇറാനിൽ ഭരണഘടനാപരമായ സംവിധാനങ്ങളുണ്ട്. സുപ്രീം ലീഡറുടെ മരണത്തിനു ശേഷം അസംബ്ലി എക്സ്പെർട്സ് പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കും. എന്നാൽ പുറത്തുനിന്നുള്ള ഭരണം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ ബാധിക്കാനിടയും. ട്രംപിന്റെ സമീപനം സാധാരണയായി പരമാവധി സമ്മർദ്ദം എന്ന നയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പ്രസിഡൻഷ്യൽ കാലയളവിൽ അമേരിക്ക ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ അഥവാ ഇറാൻ US ആണവ കരാറിൽ നിന്ന് പിന്മാറി. അതിന്റെ ഫലമായി ഇറാനെതിരായ ഉപരോധങ്ങൾ ശക്തമായി, മേഖലയിലെ സംഘർഷമുയർന്നു. ഇപ്പോഴത്തെ തുടരുന്ന ശക്തമായ ആക്രമണ ഭീഷണി ആ പഴയ നയത്തിന്റെ തുടർച്ചയായി വേണം വിലയിരുത്താൻ. ഇറാനെ ഖമേനിയിൽ നിന്ന് മോചിപ്പിക്കൽ എന്ന പ്രസ്താവന ഒരു മനുഷ്യാവകാശ ജനാധിപത്യ ചട്ടക്കൂടിൽ അവതരിപ്പിക്കപ്പെടാം. ഇറാനിൽ വനിതാ അവകാശങ്ങളും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സംബന്ധിച്ച് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുറത്തുനിന്നുള്ള സൈനിക ഇടപെടൽ ജനാധിപത്യത്തെ വളർത്തുമോ എന്നത് ചരിത്രം ചോദ്യം ചെയ്യും. ഇറാഖിൽ സദാം ഹുസൈനെ പുറത്താക്കാൻ നടത്തിയ ഇടപെടൽ രാജ്യത്തെ വർഷങ്ങളോളം അസ്ഥിരതയിലാണ്. അതുപോലെ ലിബിയയിൽ ഗദ്ദാഫിയുടെ പതനത്തിനു ശേഷവും സ്ഥിരത ഉടലെടുത്തില്ല. അതിനാൽ ഭരണാധികാരിയെ നീക്കം ചെയ്യുക, ജനാധിപത്യം സ്ഥാപിക്കുക എന്ന സമവാക്യം എല്ലായിടത്തും ശരിയാവണമെന്നില്ല. ട്രംപിന്റെ യുദ്ധ പരാമർശങ്ങൾക്ക് മറ്റൊരു വ്യാഖ്യാനമുണ്ട്. ഇറാന്റെ പ്രാദേശിക സ്വാധീനം ചെറുക്കുക. ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകളുമായി ഇറാൻ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്നു. അതിനാൽ ഇറാനെ സൈനികമായി ദുർബലപ്പെടുത്തുക എന്നത് പ്രാദേശിക ശക്തി സമതുലിതാവസ്ഥ മാറ്റാനുള്ള ശ്രമമായി കാണാം. ഇത് ഇസ്രായേലിന്റെ സുരക്ഷാ കണക്കുകൂട്ടലുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ യുദ്ധം ഒരു ലളിതമായ കണക്കുകൂട്ടലല്ല. ഇറാൻ മധ്യപൂർവേഷ്യയിൽ ശക്തമായ സൈനിക ശേഷിയുള്ള രാഷ്ട്രമാണ്. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള അന്താരാഷ്ട്ര എണ്ണ വിതരണ പാതകളിൽ ഇറാന്റെ സ്വാധീനം ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധം വ്യാപകമായാൽ എണ്ണവില ഇനിയും ഉയരും. ആഗോള വിപണികൾ ഇനിയും തകർന്ന് തരിപ്പണമാകും. ഇതിനകം തന്നെ സാമ്പത്തിക അനിശ്ചിതത്വം നേരിടുന്ന ലോകത്തിന് ഇത് വലിയ തിരിച്ചടിയായിരുന്നു. മറ്റൊരു വശം ആഗോള ശക്തി സമവാക്യമാണ്. ഇറാനെതിരെ യുദ്ധം തുടർന്നാൽ റഷ്യയും ചൈനയും എങ്ങനെ പ്രതികരിക്കും? അവർ നേരിട്ട് ഇടപെടാതിരുന്നാലും രാഷ്ട്രീയ സാമ്പത്തിക പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. അതോടെ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധത്തിൽ നിന്ന് ആഗോള ശക്തികൾ തമ്മിലുള്ള യുദ്ധമായി മാറാനും സാധ്യതയുണ്ട്. ട്രംപ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണ യുദ്ധമോ അല്ലെങ്കിൽ ശക്തമായ ഭീഷണിയിലൂടെ ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരലോ എന്നതും പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ശൈലി പലപ്പോഴും കടുത്ത പ്രസ്താവനകളിലൂടെ എതിരാളിയെ സമ്മർദ്ദത്തിലാക്കുന്നതാണ്. അതിനാൽ യുദ്ധം തുടങ്ങിയിട്ടില്ല, ഇതൊക്കെ വെറും ചെറിയ നടപടി, വലുത് വരാനിരിക്കുന്നു എന്ന പ്രസ്താവന നയതന്ത്രപരമായ ബാർഗെയിനിങ് ടൂൾ ആകാനും സാധ്യതയുണ്ട്. എന്നാൽ ലോകത്തിന്റെ പോക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എന്താകും? ഒന്നാമതായി പശ്ചിമേഷ്യയിൽ സ്ഥിരമായ അസ്ഥിരത, രണ്ടാമതായി ആഗോള സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച, മൂന്നാമതായി മഹാശക്തികൾ തമ്മിലുള്ള വിശ്വാസക്ഷയം, നാലാമതായി സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ പെട്ടുപോകുന്ന ദുരിതം. യുദ്ധങ്ങൾ കൊണ്ട് ഭരണാധികാരികളെ മാറ്റാം, രാഷ്ട്രങ്ങൾക്ക് അധികാരം പിടിച്ചെടുക്കാം, പക്ഷെ അതിന്റെ വില അടക്കേണ്ടി വരുന്നത് സാധാരണ ജനങ്ങൾ തന്നെയായി.